കൊല്ലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും നവകേരള സദസ്സിനെയും ഒക്കെ വെല്ലുവിളിച്ച് കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. കേരളത്തിൽ സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസുകാർ എത്തുന്നു. യൂത്ത് കോൺഗ്രസുകാർ നവകേരള സദസ്സ് കടന്നു പോകുന്ന വാഹന വ്യൂഹത്തിനെതിരെ നവകേരള സദസ്സിന്റെ അത്യാഡംബര ബസ്സിന് നേരെയോ മുഖ്യമന്ത്രിക്ക് നേരെയോ ഒക്കെ കരിങ്കൊടി വീശി കാണിക്കും. ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള പോലീസുകാരോ ഗൺമാന്മാരോ ഇവരൊന്നുമല്ലെങ്കിൽ ഇവർ പോയി കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ ഗുണ്ടകളോ ഒക്കെ വന്ന് ഈ പ്രതിഷേധക്കാരെ അറഞ്ചും പുറഞ്ചും തല്ലുന്ന കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് കൊല്ലത്ത് നടന്നിരിക്കുന്നത്. കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയിട്ടും വഴി തടയാൻ ശ്രമിച്ചിട്ടുമൊന്നും ആരും യുവമോർച്ച പ്രവർത്തകരെ ഒന്ന് തൊടാൻ പോയിട്ട് നോക്കാൻ പോലും മെനക്കെട്ടില്ല. മാത്രമല്ല ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെങ്കിൽ ഓടിത്തള്ളുകയും ചെയ്തു. കാരണം യുവമോർച്ചയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തുന്നത് പോലെയുള്ള തല്ലും അടിപിടിയും നടത്തിയാൽ എന്താണുണ്ടാവുക എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യം CPM-നുണ്ട് എന്നാണ് വ്യാപകമായി ഉയരുന്ന വിമർശനം. യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ തല്ലിച്ചതിക്കുന്ന നിലപാടാണ് സർക്കാരും ഡിവൈഎഫ്ഐയും സ്വീകരിക്കുന്നത്. എന്നാൽ യുവമോർച്ച പ്രവർത്തകർ നവകേരള സദസ്സിനെതിരെ നടത്തുന്ന പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാരിന്റെ പോലീസും ഡിവൈഎഫ്ഐയും എന്നാണ് വിമർശനം. മാത്രമല്ല യുവമോർച്ച പ്രവർത്തകരെ തടയാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തല്ലി ഓടിക്കുന്ന യുവമോർച്ചയെ നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഡിവൈഎഫ്ഐക്കാര് ഇവരുടെ കയ്യിൽ നിന്നും തല്ലും വാങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കാൻ ചെല്ലുന്നത് ചെറിയ കറുത്ത തുണികളും കരിങ്കൊടികളും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കാനും നവകേരള സദസ്സിന്റെ വാഹന വ്യൂഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കാനും പോകുന്നത് അങ്ങനെയല്ല. വലിയ മുളവടികളും BJPയുടെ വലിയ കൊടികളുമൊക്കെയായി സർവ്വസന്നാഹത്തോടെ അടിയെങ്കിൽ അടി എന്ന മട്ടിലാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധത്തിനായി പോകുന്നത്. ഇങ്ങനെയുള്ള യുവമോർച്ച പ്രവർത്തകരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്ക് തല പോകുന്ന കേസ് തന്നെയാണ്. കാരണം യുവമോർച്ചക്കാരുടെ അടി എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്ക് താങ്ങാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഗവർണർ കൊടുത്ത സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിന് എല്ലാവരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് MM ഹസൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രമല്ല സർക്കാർ കൊടുത്ത ലിസ്റ്റിലാണ് മാർക്സിസ്റ്റുകാർ മാത്രമുള്ളതെന്നും ഹസൻ പറയുകയുണ്ടായി. അങ്ങനെ നവകേരള സദസ്സിനെ എതിർക്കുകയും ഗവർണറുടെ നിലപാടിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന പ്രത്യേക കോൺഗ്രസ് രീതിയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസുകാർക്ക് നല്ല രണ്ടടിയുടെ കുറവുണ്ട് എന്ന് തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ല. ഇനിയുള്ളത് യുവമോർച്ചയാണ്. ഒറ്റയ്ക്ക് ഒരു പെണ്ണ് കരിങ്കൊടി കാണിച്ചിട്ടും ഡിവൈഎഫ്ഐക്ക് ഒന്ന് തൊടാൻ പോലും യുവമോർച്ചയെ കിട്ടിയിട്ടില്ല. കൊല്ലത്ത് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നവകേരള സദസ്സിന്റെ വാഹന വ്യൂഹത്തെ തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ലിതിൻ ശിവയുടെ നേതൃത്വത്തിലായിരുന്നു നവകേരള സദസ്സിനെയും മുഖ്യമന്ത്രിമാരെയും കരിങ്കൊടി കാണിച്ചത്. ഇടയ്ക്ക് ചില ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറി വന്ന് ഒരാക്രമണത്തിന് ശ്രമിച്ചെങ്കിലും പരാജിതരായി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ഈ പ്രതിഷേധങ്ങൾ അത്രയും കാണിക്കുന്ന കൂട്ടത്തിൽ വാടാ ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്നൊക്കെ പറഞ്ഞ് യുവമോർച്ച പ്രവർത്തകർ ഡിവൈഎഫ്ഐക്കാരെ നല്ല പച്ചത്തെറിയും വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരനും യുവമോർച്ചയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കണ്ടം വഴി ഓടുന്ന കാഴ്ചയും വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വൈറലാണ്. ഈ സംഭവങ്ങളുടെയൊക്കെ ആകെത്തുക എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇപ്പോഴും യുവമോർച്ചയെ പേടിയാണ് എന്നതാണ്. കാരണം പേടിക്കണം. യുവമോർച്ച രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടാൽ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും കേരളത്തിൽ അരങ്ങേറും എന്ന ബോധ്യം ഡിവൈഎഫ്ഐക്കുണ്ട്. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന നയം തങ്ങൾക്ക് മാത്രമല്ലെന്നും അത് നന്നായി യുവമോർച്ചയ്ക്ക് അറിയാമെന്നും ആകെ ഇടതുപക്ഷത്തിന് ബോധ്യമുള്ളത് ഈ കൂട്ടരോട് മാത്രമാണ് എന്നതും ശ്രദ്ധേയമാണ്.